ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വളരെ മോശകരമായ ഒരു സിറ്റുവേഷൻ നിങ്ങളോട് പറയാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ ആരും ദയവ് സ്കിപ്പ് ചെയ്ത് പോലെ വളരെ വേഗത്തിൽ ഞാനിത് പറഞ്ഞു തീർക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ദയവ് ഇത് ഫുള്ളായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു ട്രെയിൻ ബുക്ക് ചെയ്തത്. ട്രിവാൻഡ്രത്ത് നിന്ന് കാസർഗോഡ് വരെ പോകാൻ വേണ്ടിയിട്ടാണ് വിവേക് എക്സ്പ്രസ് 2250 എന്ന ട്രെയിനാണ് വിവേക് എക്സ്പ്രസ് ആണ് ബുക്ക് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു, ഞാൻ വേറെ കുറച്ച് ട്രെയിൻ കിട്ടാത്തതുകൊണ്ട് ലാസ്റ്റ് ഇതിൽ സീറ്റ് ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനെ പെട്ടെന്ന് വളരെ വേഗം ബുക്ക് ചെയ്തതാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് കയറുന്നു. അപ്പോൾ കമ്പാർട്ട്മെൻറ്റിൽ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 10 താഴെ ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരു പ്രായമായൊരു 2 പേരുണ്ടായിരുന്നു, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടായിരുന്നു, പിന്നെ ഞാനുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെല്ലാവരും നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന്, അതായത് നമ്മുടെ അതിഥി തൊഴിലാളികളായ ബംഗാളികൾ എന്ന് പറയുന്ന അതിഥി തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണ്ടെന്ന് കുറച്ച് എടുത്തതിന് ശേഷം ഇവരെല്ലാവരും ഈ ഡ്രസ്സൊക്കെ മാറ്റുന്നു. കുറേ പേര് വെറും ബെർമുട ഇടുന്നു, വെറും ഇന്നർ മാത്രം ഇട്ടുകൊണ്ട് അവരുടെ ഇത് സീറ്റുകളിൽ കയറി കിടക്കുന്നു. ചിലർ വെറും തോർത്തെടുത്തുകൊണ്ട് കിടക്കുന്നു. ഇങ്ങനെയാണ് അവർ പോകുന്നത്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിക്കുകയാണ്, ചിലപ്പോൾ അവർ ബുക്ക് ചെയ്തിട്ടുണ്ടാവും, അവരുടെ സീറ്റായിരിക്കും, എങ്കിലും മൈൻഡിലൊരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിയുന്നു, കൊല്ലം എത്തുമ്പോൾ വീണ്ടും കുറച്ച് ആൾക്കാർ കയറുന്നു. ഒരു 50ഓളം ആൾക്കാർ ഈ ട്രെയിനകത്ത് കയറുന്നു. ഇതിൽ 50 കയറുന്നതിൽ ഒരു 45 പേരും നോർത്ത് ഇന്ത്യക്കാർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും ഇവർ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കാൻ തുടങ്ങുന്നു. അവർ പരസ്പരം ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു. കോട്ടയം എത്തിയപ്പോഴത്തേക്കും സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി മാറി. ഇഷ്ടം പോലെ ആൾക്കാർ, അതായത് ആ ട്രെയിനിൽ ആ കമ്പാർട്ട്മെൻറ്റിൽ കൊള്ളുന്നതിന് ഒരു ഇരട്ടിക്ക് ആൾക്കാർ കോട്ടയത്തുമ്പോൾ നിറയാണ്. പിന്നെ ഫുള്ളി ചേഞ്ചായി. ഇവർ ഭയങ്കര സംസാരം, അവർ കുറേ പേര് ചിരിക്കുന്നു, കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നു. ഇങ്ങനെയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് കുറച്ച് TTR ഒക്കെ വരുന്നുണ്ട്. TTR എന്നോട് സീറ്റ് ചോദിച്ചു. ബാക്കി TTR വന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ എല്ലാവരോടും 1000 രൂപ 1500 വെച്ച് വാങ്ങിക്കുന്നു. അവർക്ക് സ്ലിപ്പ് എഴുതി ഇങ്ങനെ കൊടുത്ത് പോവുകയാണ്. അപ്പോൾ കുറേ ആൾക്കാർ, ഈ കയറിയിട്ടുള്ള ആൾക്കാർ എല്ലാവരും ഈ സ്ലിപ്പ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്ലിപ്പ് എഴുതി അവർക്ക് വേറെ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും വിചാരിക്കുകയാണ്, ചിലപ്പോൾ ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവും, എല്ലാ സീറ്റിലും ഓരോ ആൾക്കാരുണ്ടാവും, അങ്ങനെ ആയിരിക്കും വിചാരിച്ചു. പക്ഷേ കോട്ടയത്ത് ഈ സിറ്റുവേഷൻ ഒക്കെ മാറി. എന്ന് വെച്ചാൽ ആൾക്കാർ ഇരിക്കാൻ തന്നെ സൗകര്യമില്ലാത്ത രീതിയിൽ, അതായത് നോർമൽ ഇരിക്കുകയാണ്, കിടക്കുന്നതിന് വരെ ഇരിക്കുകയാണ്. 3 പേര് ഇരിക്കുന്നു, 4 പേരും 5 പേരും ഇരിക്കുന്നു. പിന്നെ മേളിലുള്ള സീറ്റിലേക്ക് ആൾക്കാർ ഇങ്ങനെ കയറുന്നു. അപ്പം സിറ്റുവേഷൻ വേഴ്സായി. പിന്നെ കുറച്ച് പേര് അതിനകത്ത് തന്നെ ഉള്ളിൽ ഭയങ്കര ബഹളവും വഴക്കം ഉണ്ടാക്കാൻ തുടങ്ങി. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഒരു TT വരുന്നു. ശരിക്കും ആ പുള്ളിക്കാരൻ സ്ക്വാഡാണെന്നാണ് പറയുന്നത്, TT അല്ല സ്ക്വാഡാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ വരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ കുറേ ആൾക്കാരോട് ചോദിക്കുകയാണ് ടിക്കറ്റ് എന്ന് ചോദിച്ചിട്ട് മാക്സിമം ആൾക്കാരിൽ ടിക്കറ്റ് ഇല്ല. കുറച്ച് പേര് കാണിക്കുന്നുണ്ട് അവർ ഉള്ളിൽ കയറിയിട്ട് എടുത്ത ടിക്കറ്റാണ്. കുറച്ച് പേരുടെ കയ്യിലാണെങ്കിൽ ഒരു ടിക്കറ്റും ഇല്ല. അപ്പം കോമഡി എന്താണെന്ന് വെച്ചാൽ ഞാനിരിക്കുമ്പോൾ തന്നെ അടുത്ത് വേറെ ഒരാൾ ടിക്കറ്റ് കൊടുക്കും. നോക്കിയപ്പോൾ അത് പ്ലാറ്റ്ഫോം ടിക്കറ്റാണ്. ആ പ്ലാറ്റ്ഫോം ടിക്കറ്റ് വെച്ചിട്ട് വരെ ആൾക്കാർ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഇത്രയും ദൂരെ പോകുന്ന ആസാം വരെ പോകുന്ന ട്രെയിനാണ്. അപ്പം പുള്ളിക്കാരൻ അവരോടൊക്കെ കാശ് ചോദിക്കുന്നു. അപ്പോൾ കുറച്ച് പേരിൽ കാശില്ലെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നിന്ന് മാറിപ്പോകണമെന്ന് പറയുന്നു. അപ്പോൾ അവരൊന്നും സമ്മതിക്കുന്നില്ല. ആ TTക്ക് കുറച്ച് ഹിന്ദി അറിയാം. ഓക്കെ, എനിക്ക് ഹിന്ദി വളരെ വളരെ മോശമാണ് ഞാൻ, പക്ഷേ ആ പുള്ളിക്കാരന് കുറച്ച് ഹിന്ദിക്ക് അറിയാം. അപ്പം ഹിന്ദിയിൽ മലയാളത്തിലായിട്ടൊക്കെ ചേർന്നാണ് സംസാരിക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ വരുന്നു. ആ പയ്യനും ഈ TTയായിട്ട് ഭയങ്കരമായിട്ട് വഴക്കാവുന്നു. കുറേ ഇങ്ങനെ വഴക്കാവുന്നു. പുള്ളി ഈ വളരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലൊക്കെ ആ പുള്ളിക്കാരൻ ഇങ്ങനെ സംസാരിച്ചിട്ട് വഴക്കാവും. എനിക്കിതിൽ പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ TT ആണെങ്കിൽ ഈ പുള്ളിക്കാരന് ഒരു ഫോട്ടോ എടുക്കുകയാണ്. അപ്പം പുള്ളിക്കാരൻ ഈ ഫോട്ടോ എടുക്കുന്നത് കണ്ട ഉടനെ എന്ത് ചെയ്തു, തല താഴ്ത്തി ഇങ്ങനെ ഇരുന്നു. അപ്പം അത് കഴിഞ്ഞ ഉടനെ ഈ ബംഗാളി അല്ലെങ്കിൽ ഈ നോർത്ത് ഇന്ത്യക്കാരൻ അവൻ്റെ ഫോൺ എടുത്തിട്ട് ഈ TT ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഈ TT ആണെങ്കിൽ അവൻ്റെ ഫോണിനെ കയറി പിടിച്ചു. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു വാക്ക് തർക്കമാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ ഫോൺ അങ്ങ് അവൻ്റെ കയ്യിൽ തന്നെ ഇരുന്നു. ഇത് കഴിഞ്ഞ ഉടനെ അവൻ ചാടി എണീച്ചിട്ട് ഈ TT, അതായത് സ്ക്വാഡിനെ അടിക്കാൻ വേണ്ടിയിട്ട് കൈ എടുക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ എനിക്ക് ഈ സിറ്റുവേഷൻ കണ്ടപ്പോൾ വളരെ ഇതായിട്ട് തോന്നി. അതായത് നമ്മൾ ഈ മലയാളികൾ ഇതിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആരും നോർമൽ ഒരു ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പിൽ കയറാൻ പോലും നമ്മൾ ശ്രമിക്കാറില്ല, അങ്ങനെയല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ ശ്രമിക്കാറില്ല. അഥവാ നമ്മൾ അറിയാണ്ട് കയറിപ്പോയാൽ തന്നെ ആദ്യം TTയോട് ചെയ്യുന്ന വളരെ സമാധാനപരമായിട്ട് പറഞ്ഞിട്ട് എക്സ്ട്രാ എമൗണ്ട് എങ്ങനെ തരാം, വേറെ സീറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അത്ര ബഹുമാനത്തോടെ കാണുന്ന ഒരു ആൾക്കാരെ ഈ പുള്ളിക്കാരൻ ഇങ്ങനെ അടിക്കാൻ വേണ്ടി അടിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഇതിനെ സൈഡിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. എൻ്റെ ആ വീഡിയോ ഉണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സംസാരം എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനൊരു മോശകരമായ ഒരു അവസരം വന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ TT വേറെ ആൾക്കാർ പിന്നെ സഹി ഇട്ടിട്ട് വേറെ ആൾക്കാർ ഫോൺ ചെയ്ത് വിളിക്കുന്നു. അങ്ങനെ കുറേ ആൾക്കാർ വരുന്നു. വന്നതിന് ശേഷം ഈ പുള്ളിക്കാരനായിട്ട് അങ്ങനെ തർക്കമാവുന്നു. എന്നിട്ട് ഈ പുള്ളിക്കാരനെ തൂക്കിക്കൊണ്ട് പോയി വേറെ അടുത്ത സ്റ്റേഷൻ എത്തുമ്പോഴത്തേക്കും പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. പക്ഷേ എങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഇഷ്ടംപോലെ ആൾക്കാരായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാരായിരുന്നു. ഞാനപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രമിക്കുന്നു. കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്താലും ആക്ച്വലി ഒരു പോലീസോ എന്തെങ്കിലും ആ സമയത്ത് ഒന്ന് എന്നോട് ചോദിക്കുമല്ലോ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ എന്തായിരിക്കും ബാക്കിയുള്ളവർക്കെല്ലാം മനസ്സിലായി ഞാനാണ് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തിട്ട് എനിക്കൊന്ന് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ 139 വിളിക്കുന്നു, അത് കിട്ടുന്നില്ല. അങ്ങനെ കുറേ ഇതായിട്ടും വേറെ ആരും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് പേഴ്സണലി എൻ്റെ ശരീരത്തിൽ തൊടുകയോ എന്നോട് എന്തെങ്കിലും ബാഡായിട്ട് പെരുമാറുകയോ ചെയ്തിട്ടില്ല, അത് ഓക്കെയാണ്. പക്ഷേ എനിക്ക്
ഒട്ടുമേ ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചാൽ ഞാൻ എൻ്റെ ഫാമിലി ആയിട്ടാണ് പോകുന്നത്, എൻ്റെ മക്കളുണ്ട് എൻ്റെ കൂടെ, അല്ലെങ്കിൽ എൻ്റെ വൈഫുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സിറ്റുവേഷൻ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ വേറെ ഫ്രണ്ട്സിനോട് വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത്, എടാ നീ വിവേക് എക്സ്പ്രസ്സിലാണ്, അതിൽ ആരെങ്കിലും ബുക്ക് ചെയ്യുമോ, അതിൽ അങ്ങനെ ആരെങ്കിലും യാത്ര ചെയ്യുമോ, ഇത് അവർക്കുള്ള ട്രെയിനാണ്, അവർ തന്നെയാണ് അതിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ ബുക്ക് ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാകുക നമ്മൾ ഈ ട്രെയിനിൽ ഇങ്ങനെ ബുക്ക് ചെയ്യാൻ പാടില്ലെന്ന്? നമുക്ക് അങ്ങനെ അറിയില്ലല്ലോ. ഇത് ഈ വിവേക് എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു എക്സ്പ്രസ് ഉണ്ട്, ഇതിനകത്ത് നോർത്ത് ഇന്ത്യക്കാർ മാത്രമാണ് യാത്ര ചെയ്യുന്നത്, അത് അവർ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നുണ്ട്, അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് മിനിറ്റ് ഇതുപോലെ ചെയ്തിട്ട് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, വേറെ എന്തെങ്കിലും ഫാമിലിയായിട്ട് യാത്ര ചെയ്ത് ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമെന്ന് യാത്ര. അപ്പോൾ എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഈ വിവേക് എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ഇതിൽ ബുക്ക് ചെയ്യരുത്, ഒരു കാരണവശാലും ബുക്ക് ചെയ്യരുത്. പിന്നെ രണ്ടാമത്, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ഇതിൻ്റെ അധികാരികൾ കാണട്ടെ. ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ, ഇപ്പം നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് തിരിച്ചു പോകാൻ അവർക്ക് എന്തെങ്കിലും ഒരു സജ്ജീകരണം ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് ചെയ്യട്ടെ, ഏതെങ്കിലും ഒരു ട്രെയിൻ അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കട്ടെ. അവർ അതിൽ കാശ് എടുത്തോ കാശ് എടുക്കാതെയോ എങ്ങനെ വേണമെങ്കിലും യാത്ര ചെയ്യട്ടെ, അവർക്ക് ഇവിടെ നാട്ടിൽ നിന്ന് പോകണമല്ലോ, പോട്ടെ. പക്ഷേ അതിനകത്ത് ബാക്കിയുള്ളവർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ളൊരു അവസരം കൊടുക്കരുത്. അപ്പം നോർമൽ യാത്രക്കാർ അതിൽ ബുക്ക് ചെയ്തില്ലല്ലോ. അപ്പം ഒന്നുകിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് ടിക്കറ്റ് എടുത്തിട്ട് അവർ മാത്രം യാത്ര ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാക്കുക. ഇതൊരു വളരെ ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അപ്പം ഞാൻ യൂട്യൂബിലേക്ക് നോക്കിയായിരുന്നു, വേറെയും കുറേ ആൾക്കാർക്ക് ഇതേ സെയിം പ്രശ്നം വരുന്നുണ്ട്. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ആരും ആക്ഷൻ എടുക്കുന്നില്ല. ദയവ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നവരിൽ ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരോ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ അറിയാവുന്നവരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ഇതിനെതിരെ ആക്ഷൻ എടുക്കുക. ഒരുപാട് പേർക്ക് സഹായമായിരിക്കും. താങ്ക് യു.